ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 5 മിനിറ്റ് കൊണ്ട് തക്കാളി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല കേട്ടോ, നമുക്ക് ഡിന്നറിനൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ ലൈറ്റായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതധികം പുളിയില്ലാത്ത തക്കാളി ആയതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പുളിയുള്ള തക്കാളിക്കാണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതിയാവും. അതുപോലെ ഇതിങ്ങനെ വളരെ കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും തക്കാളി ഈ ഒരു റെസിപ്പിക്ക് നിങ്ങൾ തക്കാളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം പഴുക്കാത്ത തക്കാളി എടുക്കാൻ നോക്കുക. അതാണ് നമുക്ക് എളുപ്പം. അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ അത് കുഴഞ്ഞു പോകാതിരിക്കാനാണ് ഞാനൊരു മീഡിയം പഴുപ്പിലുള്ള തക്കാളി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വട്ടം വട്ടമായിട്ട് എത്രത്തോളം കനം കുറച്ച് നിങ്ങൾക്ക് അരിയാൻ പറ്റുന്നോ അത്രത്തോളം കനം കുറച്ച് അരിയുക. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 3 തക്കാളി ഒന്ന് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇത്രയും കനം കുറഞ്ഞിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനും കനം കുറയ്ക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ റെഡിയാണ്, അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഒരു 4 മുട്ട ഇതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാനുണ്ട്. അതിനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഈ 4 മുട്ടയും ഞാനൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/4 ടീസ്പൂണോളമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അല്പം മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉപ്പും കുരുമുളക് പൊടി മാത്രമാണ് ഒരു പൊടിയായിട്ടൊക്കെ മസാലപ്പൊടി എന്ന രീതിയിൽ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മുട്ട ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. മുട്ട ഇവിടെ റെഡിയാണ്, നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയോ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ബട്ടർ അര ടീസ്പൂണും ഓയിൽ ഒരു 1/2 ടീസ്പൂൺ എന്നുള്ള രീതിയിൽ നമുക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ എല്ലായിടത്തും ഒരുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് മാക്സിമം നിറച്ച് കൊടുക്കാം. ഇങ്ങനെ ഇപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് വലിയ വായുവട്ടമുള്ള ഒരു പാത്രം എടുത്തിരിക്കുന്നത്. നിങ്ങളൊക്കെ ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മളൊരു ദോശയൊക്കെ ചുടുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫ്രൈങ് പാൻ എടുക്കായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ പാത്രത്തിന് വായുവട്ടം ഉണ്ടെന്നേ ഉള്ളൂ, അതിൻ്റെ ഉള്ളു വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒരു തക്കാളിയുടെ മേലെ വേറൊരു തക്കാളി വെക്കേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ഒരുവിധം പരന്ന പാത്രമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ തക്കാളിയൊക്കെ ഞാൻ മാക്സിമം ഇതുപോലെ ഒന്ന് അടുപ്പിച്ചൊന്ന് വെച്ചിട്ട് വരാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ലോയിലിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാൻ തക്കാളി ഈ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മേലെ അല്പം കുരുമുളക് പൊടി, ഇപ്പം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. സ്പൂണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലായിടത്തും ആയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിരൽ വെച്ചിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ആകത്തക്ക രീതിയിൽ ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല പൊടികളായിട്ട്. ഇനി നമ്മൾ മുട്ടയ്ക്കകത്തും ഓൾറെഡി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റോളം ഈ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചും എന്താ പറയുക തീ കൂട്ടിയും കുറച്ചൊക്കെ ഒരു 2 മിനിറ്റോളം നമുക്കൊന്ന് ഈ ഒരു തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഒത്തിരി അങ്ങ് വെന്തുടയൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഞാൻ 1 മിനിറ്റോളം ഒന്ന് മൂടി വെക്കുന്നുണ്ട്, അതൊന്ന് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയിരിക്കുക, നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യമൊക്കെ ഇങ്ങനെ ഒന്ന് ഉടഞ്ഞിട്ടൊക്കെ ഉണ്ട്, ചെറുതായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ തക്കാളിയാണ് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോവും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ 4 മുട്ട ഞാൻ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മുട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട്. മുട്ട ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളതെല്ലായിടത്തും ആകത്തക്ക രീതിയിലൊന്ന് ആകുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം, അന്നേരം നമുക്ക് എല്ലായിടത്തും ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ സൈഡുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്ന് എന്താ പറയുക എണ്ണയൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നത് അത് നമ്മുടെ ജെയ്ഡൻ്റെ പണിയാണ്. അവനോട് ഞാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെടുക്കുന്ന ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് അവൻ ഫോട്ടോ എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു വെട്ടം നിങ്ങൾക്ക് തോന്നിയത്.
അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മുടെ ഒരു നാടൻ ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം സവോള തൂവി കൊടുക്കാം, പച്ചമുളക് അരിഞ്ഞത് തൂവി കൊടുക്കാം, മല്ലിയില കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സവോള ഒന്നും ചേർക്കുന്നില്ല, അതിന് പകരം അല്പം കറിവേപ്പില ഒന്ന് മേലെ ഒന്ന് കീറി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്പം കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചേർത്തത്. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം. നമ്മൾ സാധാരണ മുട്ടയൊക്കെ വേവിക്കുന്ന അതേ വേവ് തന്നെയാണ് വേണ്ടത്, വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നും വേണ്ട. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ചേർക്കാൻ മറന്നുപോയി. ഞാൻ ഉണക്കമുളക് ഇവിടെ ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഞാനൊന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉണക്കമുളക് പൊടിച്ചത്, ചില്ലി ഫ്ലേക്സ് എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടും, മറ്റൊന്നുമല്ല ഉണക്കമുളക് ഒന്ന് പൊടിച്ച് എടുത്താൽ മതി. അത് ഒന്ന് മേലെ ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്, ഇച്ചിരി കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേറെ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നില്ല. ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, നമ്മൾ മൂടി വെച്ചതല്ലേ. അപ്പോൾ ഞാനൊന്ന് ചെറുതായി തൊട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റാം. അപ്പോൾ 5 മിനിറ്റ് പോലും വേണ്ട, നമ്മുടെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ 1-2 സ്ലൈസ് നമുക്ക് കഴിച്ചാൽ മതിയാവും. നമ്മുടെ വയറ് ഒത്തിരി ഫില്ലായിട്ട് നമുക്ക് തോന്നും. അതുമാത്രമല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷും കൂടിയാണ്. എന്നാൽ നമുക്കൊരു രാവിലെ ഇതൊന്ന് കഴിച്ചാൽ മാത്രം മതി, നമുക്ക് ഉച്ച വരെയുള്ള ഒരു സമയം ഫുള്ള് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാനിതെന്നും പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.